കഥ തുടങ്ങുന്നിടത്ത് നായകൻ ബെക്സൺ ഒരു ഫോറിൻ മിനിസ്റ്റേഴ്സ് ഒക്കെ കൂടുന്ന പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ്. കൂടെ നമ്മുടെ നായികയായ ഹോങ് ഹിജോയും ഉണ്ട്. ബെക്സൺ എൻട്രി മുതൽ എല്ലാവരുടെയും ഫോക്കസ് അവനാണ്. അവന്റെ ഒപ്പം വന്നിട്ടുള്ള സ്ത്രീ ആരായിരിക്കുമെന്ന കൺഫ്യൂഷനാണ് എല്ലാവരും. പെട്ടെന്ന് തന്നെ ബെക്സൺ അവളെ ഓർമ്മിപ്പിക്കും. അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ എന്തിനാണ്, നിന്നെ ആരും നോക്കുന്നില്ല, നീ നെർവസ് ആവേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ രണ്ടുപേരുടെയും ഇന്ററാക്ഷൻ കണ്ട് ആരും തെറ്റിദ്ധരിക്കാനോ വാർത്തകൾ ഉണ്ടാക്കാനോ പാടില്ല. അതും പറഞ്ഞുകൊണ്ട് ബെക്സൺ അവളെയും കൂട്ടി മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ഹോങ് ഹിജോ വർക്ക് ചെയ്യുന്ന ന്യൂസ് സ്റ്റേഷന്റെ ഭാഗം കാണിക്കുകയാണ്. അവിടെ ക്ലൈമറ്റിനെ കുറിച്ച് വാർത്ത പറഞ്ഞ റിപ്പോർട്ടിനൊപ്പം ഹോങ് ഹിജോ സൈൻ ലാംഗ്വേജിലൂടെ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർക്കുള്ള ന്യൂസ് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവളുടെ സ്ക്രീൻ സ്റ്റക്ക് ആവുകയും അത് മിഡിൽ ഫിംഗറിന്റെ ഭാഗം മാത്രമായിട്ട് കാണിക്കുകയും ചെയ്യും. അതിലൂടെ അവിടെ മൊത്തം പ്രശ്നമാകുകയും അവൾക്ക് വഴക്ക് കേൾക്കുകയും അതിന്റെ പേരിൽ അവളുടെ സഹ റിപ്പോർട്ടർ അവളെ പരിഹസിക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് പ്രസിഡന്റ് ഓഫീസിൽ നിന്നും പെട്ടെന്നുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ് പറഞ്ഞെന്നുള്ള വാർത്ത കേട്ട് അതെല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബെക്സൺ ആയിരിക്കും ആ വാർത്ത പബ്ലിക് ആക്കുന്നുണ്ടാവുക. ഡയറക്ടർ ഹോങ് ഹിജോനോടുള്ള ദേഷ്യത്തിന് അവളുടെ ജോലി കഴിഞ്ഞ് അവളെ പുറത്ത് എത്തി എന്ന് പറയുകയും ഹോങ് ഹിജോ ഈ പോകുന്നിടക്ക് ബെക്സനെ സ്ക്രീനിൽ കണ്ടിട്ട് അവൾക്ക് നേരെ മിഡിൽ ഫിംഗർ കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങുകയാണ്. ഈ സമയം കൊറിയയിലെ ഒരുപാട് കിഡ്നാപ്പിംഗ് കേസുകളും ബ്ലാക്ക് മെയിലിംഗ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭമായിരുന്നു. ഇതിനെക്കുറിച്ച് ജനങ്ങൾ പാനിക് ആവാതിരിക്കാൻ വേണ്ടി ബെക്സനെ കിഡ്നാപ്പേഴ്സിൽ നിന്നും വെറുതെ വിടില്ലായിരുന്നു എല്ലാവരെയും രക്ഷപ്പെടുത്തുമെന്നുള്ള ഫേക്ക് ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ സഹായത്തിലൊക്കെ പബ്ലിക് ആക്കുകയായിരിക്കും. ഫേക്ക് ന്യൂസ് എല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബെക്സനെ റിപ്പോർട്ടേഴ്സിനോട് സോറി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു റിപ്പോർട്ടർ ബെക്സനോട് ഇങ്ങനെ ചെയ്ത് ജനങ്ങളെ പറ്റിക്കാൻ പാടുണ്ടോ, ഇത് നിങ്ങൾക്ക് തന്നെ കേസായി വരില്ലേ എന്ന് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ ബെക്സൻ പറയും, ജനങ്ങളെ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് സഹായം ചോദിക്കുകയാണ്, അതിന് നിങ്ങൾ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ലേ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ബെക്സൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. റിപ്പോർട്ടേഴ്സിനായിട്ടുള്ള സംസാരം എല്ലാം കഴിഞ്ഞ് ബെക്സന് തന്റെ ജോലി മുഴുകയാണ്. ഇപ്പോഴുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അവർക്ക് ഒരുപാട് ഫോൺ കോളുകളെല്ലാം വരുന്നുണ്ട്.